തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിചയപ്പെടുന്ന ഇടപെടുന്ന കുഞ്ഞുങ്ങളോട് അച്ഛനാകാൻ വായോ, കന്യാസ്ത്രീയാകാൻ മഠത്തിൽ ചേരണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കോളേജിലും മറ്റുമുള്ള യുവജനങ്ങളോട് 1-2 വർഷം പ്രേക്ഷിത വിലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടനെ പറയുന്ന ഉത്തരമുണ്ട്, ഞങ്ങളങ്ങനെ പോയാൽ പിന്നെ വീട്ടിലാരുണ്ട്, വീടിൻ്റെ കാര്യം ആരും നോക്കും എന്ന് ഉടനെ കുഞ്ഞുങ്ങളങ്ങ് ചോദിച്ചു കളയും. ശരിയാണ്, പെട്ടെന്നൊരു ഉത്തരം പറയാനില്ല കയ്യിൽ. പക്ഷെ ഒരിക്കൽ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ബാച്ച് മെഡിറ്റേഷനിൽ കൂട്ടുകാരൊരാൾ പറഞ്ഞൊരാശയം ഓർക്കുകയാണ്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പത്രോസിൻ്റെ അമ്മായിയമ്മയെ ഈശോ സുഖപ്പെടുത്തിയ ഭാഗമായിരുന്നു അന്നത്തെ ധ്യാന വിഷയം. അവൻ ധ്യാനിപ്പിച്ചത് ഇങ്ങനെ: പത്രോസ് ഈശോയുടെ പിന്നാലെ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചപ്പോൾ പത്രോസിൻ്റെ വീട്ടിലൊരാവശ്യം വന്നപ്പോൾ പത്രോസിന് മുമ്പേ ഈശോ വന്ന് ആ ആവശ്യം നടത്തി, അമ്മായിയമ്മയെ സുഖപ്പെടുത്തി. പ്രിയമുള്ള ഇത് കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും ദൈവവിളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ചു. നിങ്ങളുടെ വീടിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആവശ്യങ്ങളിൽ നിങ്ങൾക്ക് മുമ്പേ ഈശോ വന്ന് ഇടപെട്ട് സാധിച്ചു തരുന്ന അത്ഭുതം നിങ്ങൾ കൺമുമ്പിൽ കാണും. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം കുഞ്ഞുങ്ങളോട്, യുവജനങ്ങളോട്, ഈശോയ്ക്ക് വേണ്ടി വേലയ്ക്കിറങ്ങുവാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.